സൈനികമായി അമേരിക്കയെ ജയിക്കാനുള്ള കരുത്ത് ശരിക്കും ചൈന നേടിയിട്ടുണ്ടോ? അത് ചോദ്യം ഇപ്പോൾ നടന്ന അവിടെ വിക്ടറി പരേഡ് അതെ നടന്നു. മറ്റേ ഷാങ്ഹായ് SCO ഉച്ചകോടിക്ക് ശേഷം അവിടെ വിക്ടറി പരേഡ് നടന്നു. സെപ്റ്റംബർ 3. വിക്ടറി പരേഡ് നടന്നതിൽ 26 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തിരുന്നു. പുടിനും നോർത്ത് കൊറിയയുടെ കിമ്മും ഒക്കെ ഉൾപ്പെടെ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങി വിയറ്റ്നാം, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിക്ടറി പരേഡ് എന്ന് പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ 80ാം വാർഷികം. അന്ന് ജപ്പാനെ കീഴടക്കുന്നതിൽ ചൈനയ്ക്കും അതുപോലെ റഷ്യയ്ക്കും പങ്കുണ്ടായിരുന്നു. റഷ്യയും ചൈനയും സഖ്യശക്തികളുടെ അലൈഡ് ഫോഴ്സസിൻ്റെ കൂടെയായിരുന്നു. ജപ്പാൻ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. അപ്പോൾ ജപ്പാനും ചൈനയും തമ്മിൽ ശത്രുതയുണ്ട്. ജപ്പാൻ മറ്റേ ഫിലിപ്പൈൻസ് ഇല്ലേ, ഫിലിപ്പൈൻസിൻ്റെ കൂടെ നിന്ന് സൗത്ത് ചൈന സീയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജപ്പാന് ഫിലിപ്പൈൻസിനും ചൈനയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ജപ്പാൻ്റെ തോൽവിയുടെ ഒരു ആഘോഷം കൂടിയായിരുന്നു ഈ വിക്ടറി പരേഡ് എന്ന് പറയുന്നത്. ജപ്പാനും അമേരിക്കയും വലിയ ശക്തികൾ അല്ലേ, ഒന്നിച്ച് നടക്കുന്ന ശക്തികളുമാണ്. ഈ പരേഡിൽ 12,000 ഭടന്മാർ അണിനിരന്നു. നൂറുകണക്കിന് വിമാനങ്ങൾ, ആയുധങ്ങൾ, ഇതുവരെ പരസ്യമാക്കാത്ത ആയുധങ്ങൾ, പൊതുവേദിയിൽ ഇതുവരെ പ്രദർശിപ്പിക്കാത്ത ആയുധങ്ങളും വിമാനങ്ങളും ടാങ്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 70 മിനിറ്റ് ഷോ ആയിരുന്നു ഇത് ടിയാൻമെൻ സ്ക്വയറിൽ. അപ്പോൾ ട്രംപിന് വേണമെങ്കിൽ അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ഒരു ഷോ ആണ് ചൈന നടത്തിയത്. 1979 ചൈന അവസാനമായിട്ട് യുദ്ധം ചെയ്തത്. ചൈന അത് കഴിഞ്ഞ് യുദ്ധമൊന്നും ചെയ്തിട്ടില്ല, വലിയ യുദ്ധങ്ങളൊന്നും. ഇന്ത്യയായിട്ട് 1962. അപ്പോൾ 1979 വിയറ്റ്നാമുമായിട്ട് ഉള്ളതായിരുന്നു അവസാനത്തെ യുദ്ധം. കംബോഡിയയിൽ ഖമർ റൂഷ് ഭരണകൂടത്തിന് വിയറ്റ്നാം അട്ടിമറിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഡെങ് സിയാവോപിങ് ചൈനയിൽ വന്ന ശേഷം ഉള്ളതായിരുന്നു അത്. അപ്പോൾ ചൈനയ്ക്ക് 1277 അണ്വായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. മറ്റേ രണ്ടാമത്തെ വലിയ ശേഖരമാണ് അമേരിക്ക കഴിഞ്ഞാൽ. അപ്പോൾ റഷ്യയാണ് നമ്പർ 1, 5449. 5277 എന്ന് ഞാൻ പറഞ്ഞതിൽ തിരുത്തേണ്ടത് അമേരിക്കയുടെയാണ്. റഷ്യ രണ്ടാമത്തത് 5449. ചൈനയ്ക്ക് 600 അണ്വായുധങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ സമീപകാലം വരെ അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണമെങ്കിൽ ശരിയാക്കാം, ചൈനയെ നശിപ്പിക്കാം എന്നൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഈ അണ്വായുധങ്ങൾ കൊണ്ടുമൊക്കെ. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കായിരുന്നു അധീശത്വം ചൈനയുടെ മുകളിലും സൈനികമായിട്ട്. അപ്പോൾ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് വ്യോമ തലത്തിൽ, ഭൂമിയിൽ, നാവിക തലത്തിൽ, കരയിലും കടലിലും അല്ലേ, ആകാശത്തും ഇപ്പോൾ ചൈനയ്ക്ക് ഒരു അധീശത്വം ഈ ഷോ കഴിയുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആണവായുധങ്ങൾ തന്നെ പേടിപ്പിക്കാവുന്ന വിധത്തിൽ, അമേരിക്കയെ പേടിപ്പിക്കാവുന്ന വിധത്തിലുണ്ട്. അപ്പോൾ അമേരിക്ക ആദ്യത്തെ ആക്രമണത്തിന്, അതായത് ചൈനയെ ആദ്യം അങ്ങോട്ട് കയറി ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ മങ്ങിയിരിക്കുന്നു ഈ പ്രദർശനത്തോടു കൂടി. ICBM ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ DF-61 പ്രദർശിപ്പിച്ചിരുന്നു. 15,000 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ പിന്നെ 1 ഡസൻ MRV മൾട്ടിപ്പിൾ ടാർഗറ്റബിൾ വെഹിക്കിൾസ് ഇവർക്കുണ്ടായിരുന്നു, ഇവർ പ്രദർശനത്തിൽ വെച്ചിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ റീ എൻട്രി വെഹിക്കിൾസാണ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് പോയ ശേഷം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അതാണ് റീ എൻട്രി വെഹിക്കിൾസ് എന്ന് പറയുന്നത്, മിസൈലുകൾ. അതിൻ്റെ ഒരു ഏറ്റവും വലിയ റേഞ്ച് ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് എന്ന് വ്യക്തമായി. അമേരിക്കയിൽ എവിടെയും ഇത് വിക്ഷേപിച്ച് എത്തിക്കാൻ കഴിയും.
JL-3 അന്തർവാഹിനിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ അയക്കാം, JL-1 നിന്ന് അന്തർവാഹിനിയിൽ നിന്ന് അയക്കാം, അല്ലെങ്കിൽ H-6, H-20 ബോംബറുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് ആണവ മിസൈലുകൾ അയക്കാം. ഇങ്ങനെ ഒരുപാട് പുതിയ ആയുധങ്ങൾ, അന്തർവാഹിനികൾ, ഇതൊക്കെ നമുക്ക് ചൈനയ്ക്കുണ്ട് എന്നുള്ളത് വ്യക്തമായി. റഷ്യ കഴിഞ്ഞാൽ ചൈനയാണിപ്പോൾ 3 മേഖലകളിൽ നിന്നും അമേരിക്കയ്ക്കെതിരെ ആണവ ആയുധങ്ങൾ അയക്കാൻ കഴിയുന്ന, അതായത് റഷ്യ കഴിഞ്ഞാൽ 2ാമത്തെ ശക്തിയായി. കരയിൽ നിന്ന്, കടലിൽ നിന്ന്, ആകാശത്ത് നിന്ന് ആണവ മിസൈലുകൾ അയക്കാവുന്ന 2ാമത്തെ ശക്തിയാണ് ഇപ്പോൾ ചൈന എന്ന് തെളിയിച്ചു, റഷ്യ കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ചൈന പറയുന്നത് അമേരിക്കയോട്, ട്രംപേ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല, ഞങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതാണ് 26 രാഷ്ട്രത്തലവന്മാർ ഇവിടെ പരേഡിൽ വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് സുഹൃത്തുക്കളില്ല. കാനഡ, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ ഒക്കെ അമേരിക്കയിൽ നിന്ന് വിഘടിച്ചു പോയിരിക്കുന്നു. ഇന്ത്യയെയും അമേരിക്ക അകറ്റിയിരിക്കുന്നു. പുടിൻ, കിം. പിന്നെ പുതിയ സുഹൃത്തുക്കൾ വന്നു, അവരും പരേഡിന് വന്നു. സ്ലോവാക്യ, സെർബിയ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ചൈനയുടെ സുഹൃത്തുക്കളായിട്ട് വന്നു. ആയുധങ്ങളിലൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു ചൈന ഈ പ്രദർശനത്തിൽ, ഷോയിൽ. എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞോട്ടെ കണ്ടോട്ടെ എന്നുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ വിൽപ്പനയ്ക്കും സന്നദ്ധമാണ് എന്നുള്ളതാണ്. എല്ലാം ചൈനയിൽ തന്നെ നിർമ്മിച്ചതാണ്. 1949 ആദ്യത്തെ പരേഡ്. വൻ ആയുധ കയറ്റുമതി രാജ്യമാണ്. ലോകത്തിലെ ഈ ആയുധ കയറ്റുമതിയുടെ 5% ചൈനയുടേതാണ്. പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, സൗത്ത് ആഫ്രിക്ക, അങ്ങോട്ടൊക്കെ ആയുധ കയറ്റുമതി ഉണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സേനയുണ്ട് ചൈനയ്ക്ക്. ലോജിസ്റ്റിക് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞ സേനയുണ്ട്. സൈബർ ഫോഴ്സ് ഉണ്ട്, സ്പേസ് ഫോഴ്സ് ഉണ്ട്. ഇത് പല രാജ്യങ്ങൾക്കും ഇല്ലാത്തതാണ് ഇതൊക്കെ. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഫോഴ്സുകളുണ്ട്. ട്രക്ക് മൗണ്ടഡ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലേസർ വഴി ശത്രുവിൻ്റെ പല മിസൈല്, വിമാനം, ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന സേനയുണ്ട്. ലേസർ ഒരു ആയുധമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രോണുകൾ, GH-19, FH-97. പിന്നെ അണ്ടർ വാട്ടർ ഡ്രോണുകളുണ്ട്. AJX-002, DF-61 ഡബിൾ ബാരൽ മിസൈൽ ലോഞ്ചർ ഉണ്ട്. നാവികസേന പണ്ട് മോശമായിരുന്നു ചൈനയുടെ. ജപ്പാനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഈ നാവികസേന വഴി അധിനിവേശം പണ്ട് ചൈനയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ J-15C ഹെവി ഫൈറ്റേഴ്സ് ഉണ്ട്. ഏത്? നാവികസേനയിൽ നിന്ന്, വിമാനവാഹിനികളിൽ നിന്ന്. KJ-600 എവാക്സ് വിമാനങ്ങളുണ്ട്. മറ്റേ വിമാനവാഹിനികളുണ്ട്. ഏഷ്യയിലെ ഭീമനായിരുന്ന ജപ്പാനെ അമേരിക്ക നേരത്തെ അണുബോംബിട്ട് നശിപ്പിച്ചു. ഏഷ്യൻ ഭീമനായിട്ട് വളരുകയായിരുന്നു. റഷ്യ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിപ്പോയി. ഇന്ത്യ ഒരു സൂപ്പർ പവറാവുന്നു. ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ഏഷ്യയിൽ ഒരു ഭീമൻ ഉണ്ടാകരുത് എന്ന്. അപ്പോൾ ഏഷ്യയിൽ വേറൊരു ഭീമനാണ് ചൈന. ചൈനയ്ക്കെതിരെയും അമേരിക്ക നീങ്ങുന്നുണ്ട്, ഫിലിപ്പൈൻസിനെയും ജപ്പാനെയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ചേരുന്നു, റഷ്യയുമായിട്ട് ചേർന്ന് അച്ചുതണ്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ വലിയ ആയുധങ്ങളുടെ ഒരു പരേഡ് ഉണ്ടായി. ആദ്യമായിട്ട് ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു. ചൈന റഷ്യ കഴിഞ്ഞാൽ 3 മേഖലകളിൽ നിന്നും അമേരിക്കയെ ആക്രമിക്കാവുന്ന, ആണവ മിസൈലുകൾ അയക്കാവുന്ന രാഷ്ട്രമായിട്ട് വളർന്നിരിക്കുന്നു. അങ്ങനെ സൈനികമായി അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ചൈന. അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ചൈന എന്ന് ഈ പരേഡ് കൊണ്ട് തെളിയിച്ചു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.